ഹായ് എല്ലാവർക്കും ഹെഡ് കോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻ്റർനെറ്റ് എന്നാണ്. ഇൻ്റർനെറ്റ് അറിയുന്നതിനേക്കാൾ മുൻപ് എന്താണ് നെറ്റ്വർക്ക് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നു, കേബിളായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് കേബിൾ വെച്ചിട്ട് എല്ലാ സിസ്റ്റത്തിനും ജസ്റ്റ് കണക്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഫയൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പല നെറ്റ്വർക്ക്സും കൂടി ഇൻ്റർ കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. ഒന്ന് വയർഡ് കണക്ഷൻ, രണ്ട് വയർലെസ് കണക്ഷനുമാണ്. അപ്പോൾ വയർഡ് കണക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മുടെ വൈഫൈൻ്റെ മോഡത്തിൽ നമ്മൾ എതർനെറ്റ് കേബിൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അമേരിക്കയുള്ള ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എൻ്റെ കയ്യിലൊരു വീഡിയോ ഫയലുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം, അവന് അയച്ചു കൊടുക്കണം. ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ വീഡിയോ ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യം മോഡം വഴി എനിക്ക് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർ എടുത്തിട്ട് എത്തും. അതിനുശേഷം ഇത് കടലിലടികൂടെ ആയിരിക്കും. പിന്നെ ആ കടലിലടികൂടെയാണ് ഈ കേബിൾ പോയിട്ടുണ്ടാവുക. ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ പല സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കടലിൻ്റെ അടികൂടെ പോയിട്ട് ഈ അമേരിക്കയിലെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്തെത്തും. എന്നിട്ടായിരിക്കും ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് സിസ്റ്റത്തിലോട്ട് എത്തുന്നുണ്ടാവാം. ഓക്കെ, ഇനി ഇത് വയർലെസ് ആകുമ്പോൾ നിങ്ങളൊരു ഡാറ്റ അയക്കുകയാണെങ്കിൽ ഇതേ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് റേഡിയോ സിഗ്നൽസ് ആയിട്ടായിരിക്കും. അതായത് നിങ്ങൾ അയക്കുന്ന ഡാറ്റ റേഡിയോ സിഗ്നൽസ് ആയിട്ട് ടവറിലോട്ട് എത്തും. എന്നിട്ട് ഈ കടലിനടിയിലോട്ട് കണക്ട് ചെയ്ത വയർ ഉണ്ടായിരിക്കുമല്ലോ, ആ വയർ വഴിയിട്ട് കേബിൾ വഴിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡാറ്റ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിലെ ദുബായിലുള്ള ഫ്രണ്ടിനാണ് നിങ്ങൾ അയച്ചെന്നുണ്ടെങ്കിൽ ഇത് അവിടുത്തെ ടവറിലോട്ട് എത്തും. ഓക്കെ, ആ ഒരു വയർ വഴി അടിയിലോട്ട് പോയിട്ട് അവിടുത്തെ ടവറിലോട്ട് എത്തും. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് പിന്നെയും റേഡിയോ സിഗ്നൽസ് ആയിട്ട് എടുത്തു. അതിപ്പോൾ ഡിപ്പെൻഡാണ്. വയർലെസ് കണക്ഷനാണ് നിങ്ങളുടെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ട് എത്തും, അല്ലെങ്കിൽ വയർഡ് കണക്ഷൻ ആയിട്ട് എത്തും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, IP അഡ്രസ്സ് എന്താണെന്ന് നോക്കാം. IP എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു വീട്ട് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതിന് ഗവൺമെൻറ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു നമ്പർ തന്നിട്ടുണ്ടാവും. നമുക്ക് ആ തോന്നിയേണ്ട നമ്പർ ഒന്നും എഴുതാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു കൊറിയറൊക്കെ ആണെങ്കിൽ അയക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് IP പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. നമുക്ക് IP പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ സിസ്റ്റം മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ മേടിക്കുമ്പോഴോ ഇംപ്ലിഡായിട്ട് കിട്ടുന്ന ഒന്നല്ല IP. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു മെയിൽ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ് ടു വേറൊരാളുടെ IP അഡ്രസ്സിൽ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ അയക്കണേ അവരുടെ IP അഡ്രസ്സിലോട്ടായിരിക്കും നിങ്ങൾ അയക്കുന്നുണ്ടാവാം. അതായത് നമ്മൾ സെയിം നമ്മുടെ സിസ്റ്റം അല്ലേ, നമ്മൾ കൊറിയർ. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ലെറ്റർ അയക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിൽ ഹെഡിൽ പോയിട്ട് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യും, കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കും. അത് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. അത് ഇൻ്റർനെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ IP അഡ്രസ്സസ് ഉണ്ട്. ഈ രണ്ട് IP അഡ്രസ്സിലായിരിക്കും ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. എനിക്കൊരു IP ഉണ്ടാവും, അതുപോലെ എൻ്റെ ഫ്രണ്ടിനൊരു IP ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കൽ IP എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് നെറ്റ്വർക്കിനും ഇൻ്റർനെറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.